2020 ലോകകപ്പിലും ഇന്ത്യ പാക് പോരാട്ടം. അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 15-നാണ് ആരാധകർ കാത്തിരിക്കുന്ന ക്ലാസിക് പോരാട്ടം. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കുട്ടി ക്രിക്കറ്റിന്റെ ആവേശത്തിലേക്ക് ലോകം. ഏഷ്യ കപ്പിലെ കിരീട വിവാദം തുടരുന്നതിനിടെ വീണ്ടും ലോകവേദിയിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ. ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയരാകുന്ന ലോകകപ്പിൽ 4 ഗ്രൂപ്പുകളിലായി 20 ടീമുകൾ. ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമൊപ്പം അമേരിക്ക, നമീബിയ, നെതർലൻഡ്സ് ടീമുകൾ. ഫെബ്രുവരി 7-ന് അമേരിക്കയുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഫെബ്രുവരി 15-ന് പാകിസ്ഥാനെ നേരിടും. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ, ശ്രീലങ്ക, സിംബാബ്വെ ടീമുകൾക്കൊപ്പം അയർലൻഡും ഒമാനും. ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, നേപ്പാൾ ടീമുകൾക്കൊപ്പം ചരിത്രത്തിലാദ്യമായി ലോകകപ്പിനെത്തുന്ന ഇറ്റലി. ഗ്രൂപ്പ് ഡിയിലാണ് ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും. UAE, അഫ്ഗാനിസ്ഥാൻ, കാനഡ ടീമുകളാണ് ഒപ്പം. 4 ഗ്രൂപ്പുകളിൽ നിന്ന് മികച്ച 2 ടീമുകൾ സൂപ്പർ 8-ന് യോഗ്യത നേടും. സൂപ്പർ 8-ൽ 4 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകൾ. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ സെമിയിലേക്ക്. മാർച്ച് 8-നാണ് കലാശ പോരാട്ടം. 2007-ൽ താരമായും 2024-ൽ ക്യാപ്റ്റനായും 2020 ലോകകപ്പ് സ്വന്തമാക്കിയ രോഹിത് ശർമ്മയാണ് ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യ ലോകകപ്പിന് കാത്തിരിക്കുന്നതെന്ന് ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ലോകകപ്പിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയോടും ന്യൂസിലൻഡിനോടും 5 വീതം 2020 മത്സരങ്ങളുള്ള പരമ്പരയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഈ പരമ്പരയിലെ പ്രകടനം കൂടി അടിസ്ഥാനമാക്കിയാകും ടീം പ്രഖ്യാപനം. സമീപകാലത്ത് ഇന്ത്യൻ 2020 ടീമിൽ മിന്നും പ്രകടനം തുടരുന്ന സഞ്ജു സാംസണും ഏറെ പ്രതീക്ഷയോടെയാണ് ലോകകപ്പിന് കാത്തിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.